നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിങ്ങൾ ഒരു ദിവസം കാണുന്നത് എത്രത്തോളം അഡ്വർടൈസ്മെന്റ് ആണെന്ന് നിങ്ങൾക്കറിയോ? അത് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോഴായിക്കോട്ടെ, അത് മാത്രമല്ല നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങൾക്ക് സ്പോൺസേഡ് ആയിട്ടും അല്ലാതെയും ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഇത് വെറും അഡ്വർടൈസ്മെന്റ് അല്ല, ഇതെല്ലാം ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ദുബായിലുള്ള ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ടിന് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ഒക്കെ സമയമായ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അവരുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും സ്വിഗ്ഗി, സൊമാറ്റോ ഇതേപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. പാരലലി അവർ അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്തു. ഓർഡറും കാര്യങ്ങളെല്ലാം വാട്സപ്പും ഇമെയിലും വഴി അവർ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്രാജുവലി അവർക്ക് ഒരു ചെറിയ ലൊക്കേഷനിൽ നിന്ന് ഓൾ ഓവർ UAE അവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റി. അവരുടെ സെയിൽസ് പോലും 4-5 ഇരട്ടി അധികം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. ഇതെല്ലാം സാധിച്ചത് എങ്ങനെയാണെന്നല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി. ഇനി എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റ് ഇത്ര റിലവൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയെ എടുക്കാം. നിങ്ങൾ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി എങ്ങനെയാണ് പലപ്പോഴും കേട്ടത്? നിങ്ങൾ TV അഡ്വർടൈസ്മെന്റോ റേഡിയോയിലോ ന്യൂസ് പേപ്പറിലോ എവിടെയെങ്കിലും നിങ്ങൾ ആമസോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇന്ന് അവർക്ക് ഏകദേശം 200ഓളം രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് ഉണ്ട്. നമ്മളെല്ലാവരും അവരുടെ ആമസോൺ ത്രൂ ഒരുപാട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റിയത്? അവർക്ക് അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള TV റേഡിയോ പോലുള്ള അഡ്വർടൈസ്മെന്റ് അല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതിലും എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഐഫോൺ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എന്തും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് ആമസോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരും. വിച്ച് മീൻസ് അവരെ SEOയിൽ വർക്ക് ചെയ്യുകയും അവരുടെ വെബ്സൈറ്റിന് ഗൂഗിളിൽ നമ്പർ 1 ആക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് കീവേഡ്സിലാണ് ഇന്ന് ആമസോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഗൂഗിളിൽ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഓൺലൈൻ ത്രൂ എത്തിക്കുന്നതിനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇത് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനും നിങ്ങളുടെ സർവീസസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇനി എന്തൊക്കെ കാറ്റഗറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉള്ളതെന്ന് നോക്കാം. നമ്പർ 1 ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിന് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് പെയ്ഡ് അഡ്വർടൈസ്മെന്റ്, 2 ഓർഗാനിക്. ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതിന് നമുക്ക് കോസ്റ്റും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ അതിന്റെ അഡ്വർടൈസേഴ്സിന് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ മെറ്റ, ഗൂഗിൾ അങ്ങനെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഏത് സെർച്ച് എഞ്ചിൻ ആയിക്കോട്ടെ, ഗൂഗിൾ, യാഹൂ, യാൻഡെക്സ്, ഈ പറഞ്ഞ സെർച്ച് എഞ്ചിൻസിൽ നമ്മുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ എത്തിക്കുന്നതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ആയിട്ടും ഇമെയിൽ മാർക്കറ്റിംഗ് ഇതെല്ലാം ത്രൂ നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസസിനെയും സെല് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് കോടിക്കണക്കിന് സെയിൽസ് ആണ് ഇന്ന് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വഴി ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ സർവീസസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്പർ 1 ആയിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലയന്റ് ജനറേഷൻ അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതുകൊണ്ടാണ് 2025 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ട് നിലനിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ഇന്ന് ഒരുപാട് AI ടൂൾസും കാര്യങ്ങളും വരുമ്പോഴും ഈ AI ടൂൾ യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ChatGPT ആയിക്കോട്ടെ, ക്യാൻവ ആയിക്കോട്ടെ, മിഡ്ജേർണി ആയിക്കോട്ടെ, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അത് മാത്രമല്ല, ഒരു സോളോ എന്റർപ്രനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണുള്ളത്. അത് മാത്രമല്ല, മൾട്ടിപ്പിൾ കരിയർ ഓപ്പർച്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൊമൈനിൽ മാത്രമാണ് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ആ ഒരു കരിയറിൽ മാത്രം വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവരി ബിസിനസ് നീഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, IT ഫേം ആയിക്കോട്ടെ, ഏതൊരു കാറ്റഗറിയിലും ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ള ജോബ് കിട്ടാനുള്ള ചാൻസ് ആണ്. നിങ്ങൾക്ക് റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യാം. ഇന്ന് വേൾഡിൽ എവിടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് 1 ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം, അതും റിമോട്ട് ആയിട്ട്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ US-ലോ UK-ലോ ഉള്ള ക്ലയന്റിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് സർവീസസ് വേണമെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ 50,000 മുതൽ 5 ലക്ഷം വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏൺ ചെയ്യുന്നവരുണ്ട്. അതിന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്
മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻകം ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുക. അതുകൂടാതെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരാൻ വേണ്ടിയിട്ടൊരു എൻട്രി ബാരിയർ ഇല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷനിലേക്കുള്ള ഇതും ഓഡിയൻസിനെ മനസ്സിലാക്കാനും അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുക. ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള റെഗുലർ ആയിട്ടുള്ള കണ്ടന്റ് ഞങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.